ഈശ്വർ മൽപ്പേ നമുക്കൊപ്പം ചേർന്നു. എന്താണ് ഇപ്പോഴത്തെ പുഴയുടെ അടിത്തട്ടിലെ സ്ഥിതി? അടിയിൽ ഇപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ക്ലിയർ പറഞ്ഞാൽ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ എങ്ങനെ കാണാം അതേമാതിരി ക്ലിയർ ആയിട്ട് കാണും. അടിയിൽ അന്ത സൈഡിൽ ഒരു തടി ഉണ്ടല്ലേ, അവിടെ നോക്കുന്നത് ഞാൻ. ഇപ്പോൾ ഒരു കഷ്ണമായിട്ടാണോ മരക്കഷ്ണം കിട്ടിയിരിക്കുന്നത്? പ്രഥമ വെള്ളത്തിലെ അടിയിലെ ഫസ്റ്റ് പ്രഥമ കാരി കിട്ടിയത്. എങ്ങനെ മറ്റു മരങ്ങളൊക്കെ ഈ കടപൊഴി എത്തിയ മരങ്ങളൊക്കെ ഇപ്പോഴും പുഴയ്ക്കടിയിലുണ്ടോ? ഈ മരങ്ങളൊക്കെ ഇത് ഒത്തിരി ഉണ്ട്. അത് സൈഡിലുണ്ട്, ഇത് ഈ സൈഡിലിരുന്നു. അപ്പോൾ ഈ സൈഡിൽ വണ്ടി ഇതേ നേരെ ഇപ്പോൾ ട്രെജർ ഉണ്ട്, അതേ ഭാഗത്തിൽ വണ്ടിയുണ്ട്. ഈ മരങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ ഡ്രഡ്ജിങ് നടത്താൻ കഴിയുമെന്നാണോ? ഇപ്പോൾ നിത്യ സ്ഥലത്തിലെ ഒരു ഡ്രഡ്ജിങ് പണമുണ്ട്. ഇപ്പോൾ അതിൽ ഒരു 100 ഫീറ്റ് ഇപ്പുറ സൈഡിൽ നമുക്ക് ഈ പീസ് കിട്ടി. എന്തെങ്കിലും സൂചനകൾ, ട്രക്കിൽ എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? ട്രക്കിന് സൂചന പറഞ്ഞാൽ ഒരു കയർ, വലിയ കയർ ജാക്ക്, അത് നിങ്ങൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കയർ മട്ടും ഉണ്ട്. ഇപ്പോൾ ഒരു തടി കിട്ടി. ഫസ്റ്റ് ഇത് പ്രഥമമാരെ അടിയിലേക്ക് കിട്ടി. ഇപ്പോൾ മുകൾ ഭാഗം കേന്ദ്രീകരിച്ചാണോ തെരച്ചിൽ നടത്താൻ പോകുന്നത്? കണ്ടിപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 1 മണി വിട്ട് പിന്നെ തേടാൻ പോകും. ഏതായാലും ട്രക്കിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് സംശയിക്കുന്ന പല കാര്യങ്ങളും ഈ പുഴയ്ക്കടിയിലുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ മരങ്ങളടക്കം ഈ പുഴയ്ക്കടിയിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ആ മേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലായിരിക്കും നടത്തുക.